ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് നോക്കാം. ഇതൊക്കെ സെമിലർ ഇന്നലത്തെ അതേ സാധനങ്ങൾ. ഇന്ന് ഉരുളക്കിഴങ്ങ് ഇങ്ങനെയാ. വെജാണോ അറിയില്ല, ചോദിച്ചതന്നെ അറിയുള്ളൂ. പക്കോട കാണാനുണ്ട്, വെജാണെന്ന് തോന്നുന്ന സംശയമുണ്ട്. പക്കോട കാണാനുണ്ട്, നോക്കൂ. എന്താ ഇനി എൻ്റെ ചോദിച്ചാൽ ഞാൻ കൊല്ലു കേട്ടോ, അടുക്കുകയാണെങ്കിൽ. ഓ നോക്കൂ, കണ്ടിട്ട് എന്ത് വെജാവോ? സാധ്യത കുറവല്ലേ? ചോക്ലേറ്റ് ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. കേക്ക് കാണാൻ അടിപൊളിയാണ്. അതിനാണ് ഈ സെക്ഷനൊക്കെ ഇല്ല. ജ്യൂസുകൾ, ടോഫു സ്റ്റഫ്ഡ് കേക്ക്. എൻ്റെ ചേട്ടായി കേക്ക് പ്ലേറ്റ് എടുക്കാൻ പോകുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഇരുന്ന ഭാഗത്തിനേക്കാളും വ്യത്യാസമായിട്ട് ഇന്ന് ഓപ്പൺ എയറായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കണം. അങ്ങനെ നമ്മളെവിടെയാണ്? നമ്മൾ അവസാനത്തെ ദിവസം അല്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യാൻ പോകണം. നമ്മൾ ഇവിടുത്തെ എന്താ ഹാർപ്പറക്കുട്ട എല്ലാം പാക്കായി. ഞങ്ങളുടെ പാക്ക് എന്താ പറയുക, ഷോപ്പിംഗ് ഡേ ആണ്. ഞങ്ങളിപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. She is going to shop a lot. We have some USD pending. So our USD 100+ some more. 100+ some more. So almost എന്തായാലും കുറേ പൈസ ഞങ്ങൾ പൊട്ടിക്കുന്നത്. ഞാൻ എന്താ പർച്ചേസിംഗ് ആണ്. ബാക്കിയുള്ള പൈസയൊക്കെ ഇവിടെ തീർത്ത് ചോക്ലേറ്റ്സ് വാങ്ങണം ഓഫീസിൽ രണ്ടുപേരുടെയും. പിന്നെ കുറച്ച് ഞങ്ങൾക്കുള്ള ഡ്രസ്സുകളും സാധനങ്ങളും. എനിക്ക് വേണമെന്നില്ല, വാങ്ങില്ല. വാങ്ങാം. വേണ്ട ഞാൻ തന്നെ വാങ്ങിക്കോളാം, അത്ര കഷ്ടപ്പെടണ്ട. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ് ഗൈസ്. പെട്ടിയും കുറച്ച് സാധനങ്ങളൊക്കെ അവരെടുത്ത് കൊണ്ടുപോയി. ഞങ്ങൾ ഒന്നുകൊണ്ട് ഡബിൾ ചെക്ക് ചെയ്യുക എല്ലാ സാധനങ്ങളും. ഇതാണ് ഈ പുറപ്പൊക്കെ മാറ്റി അടിയിലുണ്ടോ എന്തെങ്കിലും നോക്കി ഷോപ്പിംഗ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങളിപ്പോൾ MDSE ഫോം പ്രിന്റ് എടുത്തു. ടെൻഷനൊക്കെ ആയി. MDSE ഫോം ഓൺലൈൻ ഫില്ല് ചെയ്യുമ്പോൾ $79 വേണമെന്ന് കാണിച്ചു. എന്താ അറിയില്ല, ഓൺലൈൻ അങ്ങനെ നോക്കിപ്പോണ്ടു. പിന്നെ ഞങ്ങൾ പിക്ക് ട്രേൽസ് തന്ന സൈറ്റിൽ കൂടെ കയറിയപ്പോൾ രജിസ്റ്റർ ആയി, സക്സസ്ഫുള്ളി രജിസ്റ്റർ ആയി. കാരണം നോർമൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ പേജിലേക്കാണ് പോണത്. അപ്പോൾ രജിസ്റ്റർ ആയി, അത് ഫില്ല് ഔട്ട് ചെയ്തു. ഞങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തു. അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടി പുറത്ത് പോകാം. സോവനീർ കാർഡ് ഉണ്ട് അത്ര ഇവിടെ അടുത്ത്, കൃഷ്ണ ഒലെ. അപ്പോൾ ഞങ്ങൾ ഗ്രാബ് ഫസ്റ്റ് ടൈം ബുക്ക് ചെയ്തു. റീസണബിൾ ആണ്. ഒരു 2 കിലോമീറ്ററിന് കാറിന് ഏകദേശം ഒരു $100 വരുന്നുണ്ട്. റീസണബിൾ അല്ല, അങ്ങനെയല്ല. കാറിന് മുമ്പ് എന്തായാലും മിനിമം ചാർജ് എടുക്കും. ഓട്ടോനിക്കാണെങ്കിൽ $50 ഉണ്ടാവും. ഇവിടെ ഓട്ടോ ഇല്ല. അത് കാരണം ബൈക്ക് ഓപ്ഷൻ ഉണ്ട്. ബൈക്കിന് എത്ര വരുന്നത് നോക്കാം തിരിച്ചു വരുമ്പോൾ അതുപോലെ ഞങ്ങൾ അപ്പോൾ അത്ര ദൂരം നോക്കാമല്ലോ. ഞങ്ങളങ്ങനെ ബുക്ക് ചെയ്തു. ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു കൃഷ്ണയിലെ എല്ലാ സാധനങ്ങളും കിട്ടും, അപ്പോൾ അത്യാവശ്യം നല്ലതാണത്ര. കടകളിൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാലുള്ള പൈസ വില കൂടിയിട്ടാവും. ഇവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവിടുത്തെ വിലകൾ വ്യത്യാസമാണ്. അതായത് ലോക്കൽ പ്രൈസിൽ കിട്ടുന്ന ടൂറിസ്റ്റ് പ്രൈസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ആ എല്ലാ ഭാഗത്തൊക്കെ ടൂറിസ്റ്റുകാർ വരുമ്പോൾ ഒരു വേറെ പ്രൈസാണ് പറയും. ലോക്കൽസിന് കിട്ടുന്ന അതേ പ്രൈസിൽ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പം എന്തായാലും ഞങ്ങൾക്കും
Wow, nice. You see from the outside is smaller. Yeah. Because you go to inside, Uh-huh. it's a bigger. You have the upstairs also. Oh. We get exchange, money exchange anywhere is there? And sends money, yes. Yeah, I can see that. Outside, Yeah, you can see outside. that. Yes. I can see that itself. ഓ നിറയെ ആൾക്കാരാ നോക്കൂ. ഓലെ ഓലെ. ഞങ്ങൾ കൃഷ്ണയിൽ കയറി. കൃഷ്ണ നല്ല കടയാണ്, അടിപൊളി കടയാണ്, വലിയൊരു കടയാണ്. കൃഷ്ണ ടു ബിഗ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മഴ കാരണം ഇങ്ങനത്തെ ചെരുപ്പ് നോക്കി നടന്നു. ഒരു കടയിൽ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു എത്ര 1.5 ലക്ഷം, എന്തായാലും 750 റുപ്യ എക്സ്ട്രാ. 600 to 700 ചിലത്തിന് ഇടയിൽ റേറ്റ് പറഞ്ഞു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര അധികമാണ്. അതിൻ്റെ ഹവായി പോലത്തെ ചെരുപ്പിന് ഭയങ്കര അധികം പറഞ്ഞ് ഞാൻ വേണ്ട വെച്ചു. ഇവിടെ നോക്കുമല്ല 26,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിലയിൽ 150 രൂപ വരുന്നത്. 150 രൂപ കഷ്ടിയുള്ള. അതിനാണ് അവർ നമ്മുടെ 600 വാങ്ങുന്നത്. ഇത് ടൂറിസ്റ്റ് റേറ്റിനേക്കാളും ലാഭം. അങ്ങനെ എന്തൊക്കെയോ കുറേ പെട്ടെന്ന് ചെറപറാന്ന് വാങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി മുന്നേ വരണമായിരുന്നു, നമുക്ക് സമയമില്ല ഇനി. അടിപൊളി കടയാണ്, നല്ല കടയാണ്. ഇപ്പോൾ ബാലിയിൽ വന്ന കുട്ടിയിൽ കൃഷ്ണ, സോ ഇത്രയും സാധനങ്ങളുണ്ട്. ഇത് ഞങ്ങൾ 2ലും 3ലാണ് ഇത്. ആ, അത്രയും വാങ്ങിയുള്ളൂ നമ്മൾ. കാരണം ഇനി പൈസ കൺവേർട്ട് ചെയ്യണം. Yeah. സോ ഓൾമോസ്റ്റ് 3 മണി ആറായി. നമുക്ക് 4 മണിക്ക് നമ്മളെ പിക്കപ്പ് ചെയ്യാൻ ആൾ വരും. അപ്പം ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് ദൂരമുണ്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. അപ്പോൾ ഗ്രാബ് ബുക്ക് ചെയ്യണം, ഇത് ബില്ല് ചെയ്യണം, പിന്നെ എനിക്ക് പൈസ കൺവേർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ കാർഡ്, കാരണം IUSD എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. IUSD കൺവേർട്ട് ചെയ്ത് ചേഞ്ച് ചെയ്ത് മാറ്റണം. ഹലോ, നല്ല ഭംഗിയില്ല, സുന്ദരനാണ് ഷർട്ട്. ഇവിടുത്തെ ബാലിനി ഷർട്ടൊക്കെ ഇട്ടിട്ട്. ഗ്രൗണ്ട് എത്തിയില്ലേ നമ്മൾ? ഗ്രൗണ്ട് എത്തി. കൺവേർട്ട് ചെയ്ത് വരൂ. ടോട്ടൽ ബില്ല് ചെയ്യാൻ പറയാം. ബില്ല് ചെയ്യാൻ പറയാം. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് നോക്കുക, നമുക്ക് നോക്കിയാൽ പോരെ? ഇവിടെ ആ, ഞങ്ങളങ്ങനെ അത് കൺവേർട്ട് ചെയ്യാൻ പോയിരിക്കുക. കുറച്ച് റിസ്ക് ഗെയിമാണ് കളിച്ചത് ഞങ്ങൾ. എൻ്റെ അമ്മ എനിക്ക് കഴിക്കട്ടെ. അത്ര സുഖമൊന്നുമില്ല ഇവിടെ ഇരിക്കാൻ, ടെൻഷൻ അടിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ലക്ഷങ്ങൾ കണക്കൂട്ടിയെടുത്തു. അത് ഞങ്ങൾ സാധനങ്ങൾ കുറേ വാങ്ങുകയും ചെയ്തു. ബാഗ് നിറയെ സാധനങ്ങളും, ഓൾമോസ്റ്റ് 8,000 രൂപയുടെ സാധനങ്ങളല്ലേ. ബിസി കൗണ്ടിങ്. മതിയാവില്ലേ ഈശ്വര, കഷ്ടിയ. ഇപ്പോൾ 15 നോക്കിയിട്ടല്ലേ എടുത്തേ? പിന്നെന്താ
നോക്കി നോക്കാം എന്തായാലും. ബാക്കി കൊടുക്കണം. അങ്ങനൊക്കെ കഴിഞ്ഞു. ഞങ്ങളെന്തായാലും ഇത്രയും വലിയ ബില്ല് വാങ്ങിയിട്ടുണ്ട്. ശരി, എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണ്ടേ അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ? ഒരു 8,000 രൂപ വിളിച്ചില്ലേ? 15 കൺവേർട്ട് ചെയ്യണ്ട. 8,000. 8,000. എന്തൊക്കെയാ? ഒരു 6 കിലോ സാധനങ്ങൾ വാങ്ങി. അതെ, ഇതിൻ്റെ ഇടയിൽ USD കൺവേർട്ട് ചെയ്തു, ഐഡിയ ആക്കി. ആദ്യം തികയാതെ വന്നു, ഇതൊക്കെ എടുക്കാൻ എടുത്തു. ഇത് പിന്നെ ഗ്രാബിൽ ബുക്ക് ചെയ്യുന്നുണ്ട്. ഗ്രാബിൽ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും കൺവേർട്ട് ചെയ്യുന്നത്. കാരണം ഐഡിയ തീർക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് എമൗണ്ട് എടുത്തുള്ളൂ. പക്ഷെ എങ്ങനെ കാൽക്കുലേഷൻ മിസ്മാച്ചായി. കാൽക്കുലേഷൻ എന്തോ മിസ്മാച്ചായി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു എമൗണ്ട് 570 കുറഞ്ഞു കുറച്ച്. അവിടെ 200 കണ്ടു. അത് 1000 രൂപയിലാണ് ഞാൻ പോയത്. ഇവിടെ 470 ഉണ്ട്. ചെറിയൊരു എമൗണ്ട്. ഞങ്ങളുടെ വണ്ടി വന്നു. Hello. Hi. Atira. Yes, that's right. Thank you. Oh wow, nice toys collection. Avenger fan. Yeah. How are you today? We're good, thank you. How are you? I'm good too. Okay, thank you so much. Thank you so much. Welcome. Being such a Welcome. Bye. Thank you. See you. അപ്പോൾ എയർപോർട്ടിൽ മൊത്തം ക്രിസ്മസ് വൈബായി. ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എല്ലാം പെട്ടെന്നായിരുന്നു. ആ അതെ അതെ. ഇങ്ങനെ കൺഫേം ചെയ്യണോ ഞാൻ അവിടുന്ന് വാങ്ങിയതിന് വില കുറവാണോ ഇവിടുന്ന് വില കൂടുതലാണോ എന്ന് കൺഫേം ചെയ്യണം. 110. അവിടുന്ന് എത്രയാണ് വാങ്ങിയത്? അവിടെ 60,000. എയർപോർട്ടാണ്. ഹലോ, ഞങ്ങൾ വിശപ്പ് കാരണം എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു. ഗാർലിക് ആൻഡ് സോൾട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ. ഗാർലിക് ആൻഡ് സോൾട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളൊരു 2 സാധനം ഓർഡർ ചെയ്തത്. ഒന്ന് എന്തോ ഒരു ആലു ചപ്പാത്തി, കുറച്ച് റൈസും 2 കറിയും. പിന്നെ അതിനും എന്താ ഓർഡർ ചെയ്തത്? ഫ്രഞ്ച് ഫ്രൈസ്. എനിക്ക് വലിയ റിസ്ക് എടുക്കാൻ. ഇവിടുത്തെ ഫുഡിന് എല്ലാത്തിനും വേറെ എന്തെങ്കിലും ടേസ്റ്റൊക്കെ വരും. സമോസ ഉണ്ടായിരുന്നു ഓപ്ഷൻ. സമോസ ഇനിയിപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉരുളക്കിഴങ്ങോ എന്താ സാധനം അവർ ഇടുന്നത് അറിയില്ല. അപ്പോൾ അതിന് സ്വാധീനിക്കുക വെറുതെ വേസ്റ്റ്. പിന്നെ ചീസി ഫ്രൈസ് പറഞ്ഞു ആദ്യം. അപ്പോൾ അവർ പറഞ്ഞു ചീസ് ആ സോസിൽ എന്തോ എഗ് ഉണ്ട്, അപ്പോൾ അത് വേണ്ട വെച്ചു. നോർമൽ പ്ലെയിൻ ഫ്രഞ്ച് ഫ്രൈസ്. എന്തായാലും ഓർഡർ ചെയ്തിട്ട് 1500 കടാൻ. അതൊന്ന് ശരി കഴിക്കട്ടെ. ഞങ്ങളുടെ ഇനി ഒരു 1.5 മണിക്കൂർ കൂടെ ഉണ്ട് ഫ്ലൈറ്റ് വരെ. ഫ്ലൈറ്റ് വരുന്നത് ഞങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരുന്ന സീറ്റ് അവർ ചേഞ്ച് ചെയ്ത സീറ്റ്. ഫ്ലൈറ്റിൽ ആൾക്കാർ കുറവാണ്, അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിൻ്റെ സീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഒപ്പം തന്നെയാണ്. അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് കൊണ്ട് ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിൽ ഒപ്പമല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അവരടുത്ത ഫ്ലൈറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അപ്പം അതൊരു ഉർവശി ഉപകാരമായി. അല്ലെങ്കിൽ തന്നെ ഇരിക്കണം. ഞങ്ങളെന്താ വെച്ചാൽ തിരിച്ച് അടുത്ത ഫ്ലൈറ്റിൽ 2 പേരും വേറെ വേറെ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് വേറെ ഇരിക്കുകയും വേണം. അപ്പോൾ അത് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഒരുമിച്ച് ഓക്കെ കാണാം. അയ്യോ അവരിപ്പോൾ അവിടെ വെച്ച് പോയുള്ളൂ. ആലു ഗോബി എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രിഞ്ചോളെന്ന് വിചാരിച്ചായിരുന്നു. വെണ്ടയ്ക്കാണോ? മണക്ക് നല്ല കുഴപ്പമില്ലാത്ത വേണം വേണ്ടല്ലേ? വെണ്ടയ്ക്കല്ല, ബ്രിഞ്ചോൾ തന്നെയാ. സോറി, then I was right. How is it? സ്മെൽ എങ്ങനെയുണ്ട്? ചപ്പാത്തി നല്ല മണമുണ്ട്. ചപ്പാത്തിയുടെ ഒരു കഷ്ണം ഞാൻ എടുക്കും. ചോറോ?
ചോറ് കഴിയുന്നത് കഴിച്ചപ്പോൾ എങ്ങനെയുണ്ട്? ഇന്ത്യൻ സ്വാദൻ്റെ ഏകദേശം. സോ നോട്ട് ബാഡ്. എയർപോർട്ട് ഫുള്ള് ഇത് ഹോഗ്വാർട്സ് വൈബായിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ കിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഹോഗ്വാർട്സിനെ പോലെ തന്നെ ഉണ്ട് ശരിക്കും. ആ ഒരു ആ ലൈറ്റിങ്ങും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഈവിൽ ലുക്ക് ഉണ്ട്. എന്തായാലും ഞങ്ങൾ അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അയ്യോ ഗേറ്റ് നമ്പർ നോക്കണം. ഞാൻ ഡിപ്പാർച്ചർ ഗേറ്റ്സ് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ ശരി എന്നാ ഗൈസ്, ബൈ. ഞങ്ങളങ്ങനെ എവിടേക്ക് കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1-ലെത്തി. എന്താ ഉണ്ടായത് ഇമിഗ്രേഷനില്? അപ്പൊ എന്താ പറഞ്ഞേ? എന്തെങ്കിലും പറഞ്ഞു വന്നില്ല. എൻ്റെ ഷാരൂഖ് ഖാൻ അറിയിച്ചു. ആരും കൂടി ചോദിച്ചു അവിടെ ബോംബെക്ക് പോണേ ഷാരൂഖ് ഖാൻ അറിയിച്ചു. പേഴ്സണലിക്ക് അറിയില്ല പറഞ്ഞു. ഇവിടെ അതിനൊന്നും ഹീസ് മൈ കസിൻ. ശരിക്കും അങ്ങനെയാണ് അയാൾ പറഞ്ഞു. ഷാരൂഖ് ഖാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുണ്ടാവും. നമുക്ക് ഇവിടെ പോണ്ടേ? ഞങ്ങളുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. ഇതാണ് ഹുണ്ടായി സ്റ്റാറക്സ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നു ഗൈസ്. ഈ ഡ്രൈവർ അത്യാവശ്യം നല്ല ജോളി മനുഷ്യനായിരുന്നു. അപ്പോൾ അയാളോട് ഞങ്ങളിങ്ങനെ പറഞ്ഞു മലേഷ്യയുടെ നൈറ്റ് ലൈഫ് കണ്ടാൽ കൊള്ളാം, ട്വിൻ ടവറൊക്കെ രാത്രി ലൈറ്റ് വെച്ച് കത്തിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ നമുക്കെന്നാ ഓൺ ദ വേ ഹോട്ടലിൽ കൊണ്ടാക്കുന്നതിന് മുന്നേ അത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതിൻ്റെ ഒരു ക്വിക്ക് സ്റ്റോപ്പ് എടുത്ത് അത് ഫുൾ ആ ട്വിൻ ടവറിൻ്റെ മുന്നിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയത്. പിറ്റേ ദിവസം ഞങ്ങളുടെ കൂടെ ഇങ്ങേരെ തന്നെയായിരുന്നു കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. ഇങ്ങേരെ ഒരു ഓണറാണ്, പക്ഷേ ഇങ്ങേരെ വേറെ ആരെ ആക്കാതെ ഇങ്ങേരെ സ്വന്തമായിട്ട് തന്നെ വന്ന് ഞങ്ങൾക്ക് ഫുൾ ഡേ കറക്കി തന്നു. After that level, it's just for show. Just what the design really. There's nobody on top. So we can't go to that like Burj Khalifa. You can go up to that intersection. Okay. But after that, it's only the maintenance wants to go there. I don't want to go there. I don't know if I fall down.
Nothing will happen. He was there. I will be gone first. I don't know. But all this was not built here. It was brought in. Okay. It was designed the structure. Then they fix it base by base. Oh, this is Previously, this land was a race course. this area. A horse race. Oh, so Islamic country. So we need a icon standing. That's when they decided in the 90s. Do this. This is built in 90s. Yes, 90s. That old. Khalifa is all the same time, right? After that, only Burj Khalifa. So this is older then. This is the first biggest One of the സോ ഞങ്ങൾ Twin Tower. ട്വിൻ ടവറിന്റെ മുന്നിലാണുള്ളത് പെട്രോണാട്ട്. ഈ സാധനം കാണുന്ന അവിടെ വരെ നമുക്ക് ഈ ഇന്റർസെക്ഷൻ കണ്ടില്ലേ, അവിടെ വരെ പോകാൻ പറ്റില്ല, അതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ വരെ ബിൽഡിംഗ്, ഓഫീസ് ബിൽഡിങ്ങും ഉണ്ട്, എന്തൊക്കെ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിന്റെ മുകളിലേക്ക് വരുന്ന ഷോ മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞ കേട്ട്. എന്തായാലും നാളെ എന്തായാലും ഇങ്ങോട്ട് വരണ്ടോ, അപ്പൊ നാളെ വ്യൂ ആവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇത് രാത്രി കാണണം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ചെയ്ത് കണ്ട സാധനമാണ്. ഇതിപ്പോ ഷട്ട് ഡൗൺ ആവുക, 15-20 മിനിറ്റ് അത് കഴിയേണ്ടതാണ്. എന്തായാലും അങ്ങനെ ഞങ്ങൾ മലേഷ്യ കണ്ടു ഗൈസ്. നല്ലൊരു സിറ്റി വൈബ് ഉണ്ട്. നല്ല ക്ലീൻ ചെയ്തു. See the clarity of because of lighting. Okay then, see you. അങ്ങനെ മൈ ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾക്ക് റൂം ബുക്ക് ചെയ്ത് തന്നേക്കുന്നത്. നോക്കൂ, ഐ തിങ്ക് വരുന്നുണ്ടോ ഇതിന്? ഞാൻ പോവാൻ വരൂ. റൂം നമ്പർ 13.